ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് മംഗല്യം തന്തുനാനേന എന്ന സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡ് കുറിച്ച് നോക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ എല്ലാവരും ഫുഡ് കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ വസു ശിവാനി വിളിക്കുന്നുണ്ട്. ശിവാനി ചാടിത്തുള്ളി അവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ വസു ചീത്ത പറഞ്ഞു, നീ എന്ത് വരവായി വരണേ, 3 മാസം വരെ വളരെ ശ്രദ്ധിക്കണ്ടേ, ഇവിടെ നിൻ്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാറുവിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പാറും വന്നിട്ടുണ്ട്, നമ്മുടെ നിധിയും വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിർമ്മല ആൻറ്റി എപ്പോഴത്തെയും പോലെ ഫുഡൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അടുക്കളയ്ക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആൻറ്റി വസന്ത ആൻറ്റി ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ എടുത്ത വശം നമ്മുടെ ശിവാനി തടയുണ്ട്. ആൻറ്റി കഴിക്കാൻ വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ, പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ശിവാനി നമ്മുടെ നിർമ്മല ആൻറ്റീനെ വിളിക്കുന്നുണ്ട്. വളരെ മര്യാദ ഇല്ലാത്തൊരു വിളിയാണ് കേട്ടോ വിളിക്കണത്. അപ്പോൾ നിധി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ എന്താ ഇങ്ങനെ ഒരു മര്യാദ ഇല്ലാതെ വിളിക്കുന്നത്, നിനക്കാൾ എത്ര വയസ്സ് മൂത്തതാ അവർ, എന്തിനാ അപ്പോൾ നീ ഇങ്ങനെ ചൂടാവണേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും, രാവിലെ നിനക്ക് തന്നൊന്നും പോരെ, എന്താ മറന്നു അതൊക്കെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വസു ദേഷ്യപ്പെടുന്നുണ്ട്. ഒരു സർവ്വനെ അവൾ വിളിച്ചതിന് നീ എന്തിനപ്പോൾ ദേഷ്യപ്പെടുന്നേ, അവൾക്ക് ബുദ്ധി ഉപദേശിക്കാൻ നീ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവാൻറ്റി നിർമ്മല ആൻറ്റിയോട് പറയുന്നുണ്ട്, ഇവിടെ ഇരിക്കുന്ന ഫുഡൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, ഞാൻ ഉപ്പും മുളകും ഒക്കെ പാകത്തിന് ഇട്ടിട്ടുള്ളൂ എന്ന് പറയും. അതൊക്കെ എനിക്കറിയാം, പക്ഷേ മര്യാദയ്ക്ക് ടേസ്റ്റ് ചെയ്യേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആറ് നോക്കുന്നത് എന്താ അപ്പോൾ ഉദ്ദേശം എന്നുള്ള ലെവലിൽ കേട്ടോ. ശിവാനിക്ക് രാവിലത്തെ ദേഷ്യമാണ്, അതായത് ഇവർ അബു അറിയിച്ചല്ലോ കുറ്റേറ്റ് പറഞ്ഞ ആ ഒരു ദേഷ്യത്തിലാണ് കേട്ടോ. അതാലോചിച്ചിട്ടാണ് ശിവാനി മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ പെരുമാറുന്നത്. അപ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, എന്തിനാ അപ്പോൾ ശിവാനി ഇപ്പോൾ ആൻറ്റിയും കൊണ്ട് അങ്ങനെ ചെയ്യിക്കണത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് ആർക്കറിയാം, എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വസു പറഞ്ഞു, അത് കറക്റ്റാ, ഇവള് നിധിയുടെ കൂട്ടാളിയല്ലേ, 2 പേർക്കും ഒരേ ബുദ്ധിയാണ്, ചിലപ്പോൾ അതൊക്കെ സംഭവിച്ചേക്കാം, മരുന്ന് മാറിപ്പോയ പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ അത് പറഞ്ഞത്, ആ മെഡിക്കൽ ഷോപ്പിലെ പയ്യൻ പറഞ്ഞതല്ലേ അത് CKC ചെയ്താന്ന്, അത് നീ വരട്ടി പറയിച്ചതാന്ന് അവൻ ഫോൺ ചെയ്ത് പറയുകയും ചെയ്തു, എന്നിട്ട് CKCയെ കുറ്റം പറയണം. ഒരു അറ്റംപ്റ്റ് നടക്കാത്ത കാരണം ചിലപ്പോൾ ചോറിലെന്തെങ്കിലും ചേർത്താലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവാനി നോക്ക് എന്ന് പറയുന്നുണ്ട് ആൻറ്റിയുടെ അടുത്ത്. ആൻറ്റി എല്ലാ കറിയും കുറേശ്ശെ എടുത്തിട്ട് കഴിച്ച് കാണിച്ചു. അപ്പോൾ ശിവാനി ഇങ്ങനെ ജയിച്ച മട്ടിൽ ആൻറ്റീനെ വസുന്ധരാനെ നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കുഴപ്പമില്ല, നീ കഴിച്ചിട്ട് ചത്തില്ലല്ലോ, ജീവനോടെ ഉണ്ടല്ലോ, ആൻറ്റി വാ ഇനി നമുക്ക് കഴിക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വസുന്ധരാൻ്റെ ശിവാനി ഇനി മുതൽ ഇതുപോലെ ഉഷാറായിരിക്കണം എല്ലാ കാര്യങ്ങളും. ശിവാനി അപ്പോൾ അഭിമാനത്തോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ നല്ല മനസ്സ് കാരണം നിനക്കൊരു കുഞ്ഞിനെ ദൈവം തന്നതാ, അതിനെ നീ ശ്രദ്ധിക്കണം. ചിലവർക്ക് അവരുടെ സ്വഭാവദോഷം കൊണ്ട് പോലെ തന്നെ കുഞ്ഞു പോയത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പാറു കണ്ണുരുട്ടിട്ടോ, ഇതിൻ്റെ കാരണേ അവർ ചെയ്ത പാപം തന്നെയാണ്. അപ്പോൾ പാറു പറഞ്ഞു, വസു എന്തിനപ്പോൾ ഇതൊക്കെ ഇവിടെ പറയണേ, അതിന് മാത്രം എന്ത് പാപം അപ്പോൾ ഇവിടെ ചെയ്തത് അവൾ ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വസു പറയുന്നുണ്ട്, ആർക്കറിയാം, പാപം ചെയ്താൽ എന്തായാലും അവർക്ക് അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ നിധി പറഞ്ഞു, കിട്ടിയതല്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ പോയതല്ലോ, എൻ്റെ കുഞ്ഞിനെ കൊന്നതല്ലേ, അത് ചെയ്തവരെ എൻ്റെ മുമ്പിൽ കൂടെ വിലസി നടക്കണമുണ്ട്. അത് ഞാൻ ചെയ്ത പാപം കൊണ്ടല്ല, ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിനിയും കുഞ്ഞുണ്ടാവുമെന്ന്. അപ്പോൾ വസു പറയുന്നുണ്ട്, അത് നീ ഇനിയിപ്പോൾ അവർക്ക് പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണെങ്കിലോ, എനിക്കെന്തോ അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല നിനക്കിനി കുഞ്ഞുണ്ടാവും എന്നുള്ളത്. നീ ഗർഭിണിയാവാൻ ഇനി ഒരു ചാൻസും ഞാൻ കാണാനില്ല, നീ വെറും ഒരു മാംസപിണ്ഡം എന്നുള്ള അർത്ഥത്തിൽ ഒരു വൃത്തിയായിട്ട വാക്ക് പറഞ്ഞു. ഇത് കേട്ടത് നിർമ്മലാൻറ്റിക്ക് ദേഷ്യം വന്നു. നിർമ്മലാൻറ്റി ഒന്ന് നിർത്തുന്നുണ്ടോ ചോദിച്ചു. കുഞ്ഞുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ നിധിയുടെ മനസ്സ് എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയോ, നിങ്ങൾക്ക് പ്രായത്തിൻ്റെ പക്വത ഒന്ന് കാണിച്ചൂടെ, അതിനനുസരിച്ച് നിങ്ങൾക്ക് പെരുമാറിക്കൂടെ, അവൾ നമ്മുടെ വീട്ടിലെ കുട്ടിയല്ലേ, എന്നിട്ട് നിങ്ങൾ തന്നെ അവളെ ഇങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും മറ്റുള്ളവരൊക്കെ അവളെ എന്ത് പറയും. അപ്പോൾ വസുവിൻ്റെ ദേഷ്യം വന്നു, മര്യാദയ്ക്ക് സംസാരിക്കുന്നീ എന്ന് പറഞ്ഞിട്ട്, ആ മര്യാദ നിങ്ങൾക്കുണ്ടോ, അത് നിധിക്ക് എന്തായാലും കുഞ്ഞുണ്ടാവും, അവൾ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് കാണിക്കുകയും ചെയ്യും, ആ സമയത്ത് നിങ്ങൾ ഈ പറഞ്ഞ വാക്കൊക്കെ നിങ്ങൾ തിരിച്ചെടുക്കുമോ ഇത് പറയുന്നുണ്ട്. നീ ആരോടെ സംസാരിക്കണമെന്ന് ഓർമ്മയുണ്ടോ, അറിയാം, മനസ്സ് നിറച്ച് വിഷം വിരച്ച് നടക്കുന്നൊരു സ്ത്രീയോട്, അതിനെങ്ങനെയാ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ശീലമുണ്ടെങ്കിലല്ലേ എന്നിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയി. അത് കേട്ടതും നമ്മുടെ വാസു അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് നിർമ്മലാൻറ്റിയുടെ അടുത്തേക്ക് ഓടി ചെന്ന് കൈയോങ്ങി, അടിക്കാനായിട്ട് ഓങ്ങിയതും ഗൗതം പെട്ടെന്ന് വന്ന് കയ്യിൽ കയറി പിടിച്ചു. അപ്പോൾ പറയുന്നുണ്ട്, ഗൗതം എന്നെ വിട്, ഇവളെ ഇന്ന് ഞാൻ കൊല്ലും. എന്തിനാ അവരടിക്കാൻ പോണേ, നീ കേട്ടു ഇവള് പറഞ്ഞത്. അവർ പറഞ്ഞത് മാത്രമല്ല നിങ്ങൾ പറഞ്ഞതും ഞാൻ കേട്ടു. നിധിയെക്കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ, വേറെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ തടയേണ്ട നിങ്ങൾ തന്നെ അവളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാലോ, നിധിക്ക് കുഞ്ഞുണ്ടാവില്ല എന്ന് വെച്ചാൽ എനിക്കും കുഞ്ഞുണ്ടാവില്ല എന്നല്ലേ, അതിൽ നിങ്ങൾക്ക് ഇത്ര സന്തോഷമാണോ. നിധിയെ നോക്ക്, അവളുടെ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നത് കണ്ടില്ലേ, അത് കണ്ടതുകൊണ്ടാണ് നിർമ്മലാൻറ്റി അങ്ങനെ പറഞ്ഞത്. അപ്പോൾ നിനക്ക് വേലക്കാരിയാണ് പ്രധാനം,
ഒരു സർവൻ്റ് നിൻ്റെ അമ്മയ്ക്ക് കുട്ടികളെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നീ അവളോട് ചോദിക്കുന്നതിന് പകരം അവളെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലേ? ഞാൻ സപ്പോർട്ട് ചെയ്തൊന്നുമല്ല, ഒരു ന്യായം പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞതിനോട് ആൻറ്റി പ്രതികരിച്ചു, അത്രയേ ഉള്ളൂ. നമ്മുടെ വായിൽ വരുന്ന വാക്ക് പോലെ ഇരിക്കും നമുക്ക് കിട്ടുന്ന വിലയും. അത് കേട്ടപ്പോൾ ശിവാനി ചാടി എണീറ്റു. അത് ശരി, അപ്പോൾ ഇവിടെ ആൻറ്റിക്ക് അത്രേ വിലയുള്ളൂ എന്നാണോ നിങ്ങളീ പറയണത്? നിങ്ങൾക്കൊക്കെ സർവൻ്റാണോ പ്രധാനം? ആൻറ്റിക്ക് ഒന്നും കൂടി ഇളകിയല്ലോ. ആൻറ്റി പറഞ്ഞു, ഗൗതം നീ തെറ്റ് ചെയ്തു. ഒരു വേലക്കാരിക്ക് വേണ്ടി നിൻ്റെ അമ്മയെ നീ തള്ളി പറഞ്ഞു അല്ലേ? നിന്നെ വളർത്തി വലുതാക്കിയ എന്നെ വിട്ടിട്ട് ഏതോ ഒരുത്തിക്ക് വേണ്ടിയാണ് നീ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യണത് അല്ലേ? ആ ഏതോ ഒരുത്തിക്കുള്ള എന്നോടുള്ള ഇഷ്ടം പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ. അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ നിധി എങ്ങനെ ശപിക്കില്ലായിരുന്നു. ഇത് കേട്ട പാറുവാണ് ചോദിക്കേണ്ടത്. അതിന് പകരം നിർമ്മല ആൻറ്റി ചോദിച്ചു, അത്രയേ ഉള്ളൂ. വാസു നിർത്ത്, അവളെന്തും പറഞ്ഞോട്ടെ, പക്ഷെ നീ പറയരുത്. നീ പറഞ്ഞ എനിക്ക് സഹിക്കില്ല. ഈ സമൂഹത്തിൽ എനിക്കുള്ള നിലയും വില ഇവൾക്ക് അറിയില്ല. എൻ്റെ വാക്കിന് മറുവാക്കില്ലാത്തതാ. എന്നോടാണ് അവൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ സംസാരിച്ചത്. ധൈര്യം ഉണ്ടായിട്ട് ഇവൾ എന്നോട് അങ്ങനെ സംസാരിച്ച്. ഇവൾക്ക് ആരാ ഇത്രയും അധികാരം ഇവിടെ കൊടുത്തത്? എന്തായാലും ഇനി ഇവൾ വേണ്ട, ഇവളിപ്പം എന്നെ ഇറക്കി വിടണം. ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് ചോദിച്ചിട്ട് പോടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട്, നിർമ്മല ആൻറ്റി എവിടെയും പോകണില്ല, ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. ഗൗതം എന്നെ വെറുതെ നീ ടെൻഷൻ അടിപ്പിക്കരുത്. നിനക്ക് ഞാനാണോ വലുത് അവളാണോ? അപ്പോഴേക്ക് നിർമ്മല ആൻറ്റി പറഞ്ഞു, നിങ്ങൾ തന്നെയാണ് വലുത്. ഈ വീട്ടിലെ മരുമോളെ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് സഹിച്ചില്ല. അപ്പോൾ ആ വന്ന ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. എന്നെ പ്രതി ഇവിടെ ഒരു വഴക്കുണ്ടാവരുത്, എന്നോട് ക്ഷമിക്കൂ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇവരൊരു തെറ്റും ചെയ്യാഞ്ഞിട്ട് പോലും ആൻറ്റിയുടെ അടുത്ത് മാപ്പ് ചോദിച്ചു. അപ്പോൾ ആൻറ്റി എന്നോട് ചെയ്തതിനൊക്കെ എന്നോട് മാപ്പ് പറയുമോ ചോദിച്ചു. അപ്പോൾ വാസു പറയുന്നുണ്ട്, മിണ്ടരുത് നീ, ഇനി ഒരക്ഷരം നീ മിണ്ടി കഴിഞ്ഞ് ഈ വസുന്ധര ആരാന്ന് നീ അറിയും. എന്നിട്ട് നിർമ്മല ആൻറ്റിയോട് പറയുന്നുണ്ട്, എന്താടി ഇനി ഇവിടെ നോക്കി നിൽക്കണേ? ഇതെൻ്റെ വീടാണ്, ഇവിടെ ആരൊക്കെ നിൽക്കണമെന്ന് ഞാനാ തീരുമാനിക്കണത്, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോ. അപ്പോൾ ഗൗതം പറയുന്നുണ്ട്, ചെയ്യാത്ത തെറ്റിന് പോലും ആൻറ്റി മാപ്പ് ചോദിച്ചു, എന്നിട്ട് ഇറക്കി വിടുന്നത് ശരിയല്ല. എടാ ഞാനാണോ നിൻ്റെ അമ്മ അതോ ഇവളാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൗതം ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പറ, അവളോട് പുറത്തിറങ്ങി പോകാൻ പറ നീ. ശരി, നിർമ്മല ആൻറ്റി ചെയ്ത കുറ്റത്തിന് നിർമ്മല ആൻറ്റിയോട് പുറത്താക്കാം. ഇനി നിങ്ങൾ നിധിയോട് ചെയ്തതിന് നിങ്ങളെ പുറത്താക്കാൻ നിധി പറഞ്ഞാൽ ഞാൻ അതും ചെയ്യട്ടെ, അത് ശരിയായിരിക്കുമോ എന്ന് ചോദിച്ചു കേട്ടോ. നിർമ്മല ആൻറ്റി അകത്ത് പോ എന്ന് പറയുന്നുണ്ട് ഗൗതം. അപ്പോൾ ആൻറ്റി അങ്ങനെ അകത്ത് പോയി. എന്നിട്ട് നിർമ്മല ആൻറ്റി മുറിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക കേട്ടോ, അവർ തല്ലാൻ വന്നതും നമ്മുടെ ഗൗതം പിടിച്ചതൊക്കെ. അപ്പോൾ ചെറിയൊരു സന്തോഷമുണ്ട് മനസ്സിൽ. അപ്പോൾ ഇത് കണ്ടിട്ട് പാറോടുന്ന് ചാടിത്തുള്ളി വരുന്നുണ്ട്. എന്നിട്ട് പാറ ചോദിക്കുന്നുണ്ട്, ഗൗതം നിനക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയപ്പോൾ നിനക്ക് സന്തോഷമായോ ചോദിക്കുന്നുണ്ട്. അല്ല പാർവതി, അങ്ങനെയൊന്നുമില്ല. നിൻ്റെ മുഖം കണ്ടാലറിയാം, അപ്പം നീ അങ്ങോട്ട് സന്തോഷിക്കുകയാണ്. പക്ഷേ എൻ്റെ സമാധാനം പോയി. എന്തിനാടി അങ്ങനെ പറഞ്ഞത്? അത് നമ്മുടെ മരുമകൾക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്നാണ്. നീ എന്താ പറയണേ? നമ്മുടെ മരുമകളോ? അല്ല പാർവതിയുടെ മരുമകൾ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓർത്ത് വെച്ചോ. അത് കേട്ട് മുന്നേ വഴക്കുണ്ടാക്കിയത് പാർവതിയാണ്. എന്നിട്ട് പാർവതി അത് ചെയ്തതുകൊണ്ടല്ലേ ഞാൻ കയറിയിടപ്പെട്ടത്. വസുന്ധര പറയണതേ പാർവതിക്ക് ചിലപ്പോൾ ശീലമായേക്കാം, പക്ഷേ എനിക്കത് സഹിച്ചിരിക്കാൻ പറ്റില്ല. നിങ്ങളെ ആലോചിച്ചിട്ടാ, അല്ലെങ്കിൽ ഞാൻ രണ്ട് കൊടുത്തേനെ. എൻ്റെ മരുമകൾ ഗർഭിണിയാവില്ല അത്രേ. വീണ്ടും പാറു, എന്ത്? അല്ല നിധിക്ക് കുഞ്ഞുണ്ടാകാൻ വേണ്ടി ഞാൻ അമ്പലങ്ങളിൽ ചെന്നിട്ട് വഴിപാട് നേർക്കുക, ഇവളാണെങ്കിൽ ശപിക്കുക. ഒരു ശാപം വലിക്കില്ല, നോക്കിക്കോ. എന്തായാലും നിധിക്ക് കുഞ്ഞുണ്ടാവും, എനിക്ക് എന്തായാലും ഒരു പേരക്കുട്ടീനെ കിട്ടും എന്ന് പറഞ്ഞിട്ടാ. അല്ല പാർവതിക്ക് എന്തായാലും ഉണ്ടാകും. ആഹാ, എൻ്റെ മകൻ, എൻ്റെ മരുമകൾ, എൻ്റെ പേരക്കുട്ടി എന്നൊക്കെയാണല്ലോ പറയണത്. അതെങ്ങനെയാ? മനസ്സിലുള്ളതല്ലേ വായിലും വരൂ. അല്ല പാർവതി, അത് പിന്നെ മിണ്ടാതിരിക്കേ. നിൻ്റെ പെരുമാറ്റം കാരണം ശിവാനിക്കും വസുന്ധരയ്ക്കും എന്തെങ്കിലും സംശയം തോന്നിയാലോ? അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞു ഇവിടെ നിൽക്കണ്ടാന്ന്. ഇനി നീ ഇവിടെ നിൽക്കണതുകൊണ്ട് എൻ്റെ മനസ്സമാധാനം എന്തായാലും പോയി. വേഗം പോവിടുന്ന്, ഉള്ളതൊക്കെ പറക്കി വേഗം പൊക്കോ എന്നും പറഞ്ഞിട്ട് പാർവതി ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആൻറ്റീനെ. ഇല്ല പാർവതി, ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ, ഒന്നും മിണ്ടാൻ പോണില്ല. എല്ലാ തവണ ഞാൻ പറയുമ്പോഴും നീ ഇതേ മറുപടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. ഇനി പോകെ പോകെ നീ ഇതും പറയും, ഞാനാണ് ഗൗതമനെ പ്രസവിച്ച അമ്മ എന്ന്. പറ്റില്ല, നീ എന്തായാലും ഇവിടെ നിന്ന് പോയേ പറ്റൂ, മര്യാദയ്ക്ക് പോവിടുന്നു എന്നും പറഞ്ഞിട്ട് പിന്നെയും പിടിച്ചു വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഗൗതം വന്നിട്ട് പാറുവിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഞെട്ടി പാറു. ഗൗതം നീ എപ്പോഴാണ് വന്നത് ചോദിക്കുന്നത്. ഞാൻ വന്നത് എപ്പോഴെങ്കിലും ആവട്ടെ, എന്തിനാ പാൻറ്റീനെ ഇവിടുന്ന് ഇറക്കി വിടുന്നേ? ആൻറ്റി നിധിക്ക് വേണ്ടി വഴക്കിടുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞ് പാറു എനിക്ക് വേണ്ടി വഴക്കിടുന്നതാണ് എനിക്ക് തോന്നിയത്. നിധിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ഒരാളും കൂടി ഉള്ളത് നല്ലതല്ലേ പാറു? അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്? ഇവർ സ്വന്തം മകനായിട്ട് തന്നെ നോക്കുന്നത്. അതുകൊണ്ട് നിർമ്മല ആൻറ്റി എവിടേക്ക് പോകണില്ല, ആൻറ്റി ഇവിടെ തന്നെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട് നിധിയെ സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം പോകുന്നുണ്ട് കേട്ടോ. ഗൗതം പോയപ്പോൾ പാറു വീണ്ടും സ്വഭാവം എടുത്തു. അവൻ പറഞ്ഞു വെച്ച് ഞാൻ മടിയിൽ വെച്ച് താരാട്ടുന്നൊന്നും നീ വിചാരിക്കണ്ട, ഇറങ്ങി പൊടി വിടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിധി ചീത്ത പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റി എന്തായി പറയണേ? അതിന് വസുന്ധര ആൻറ്റിയല്ലേ തെറ്റ് ചെയ്തത്?
ആൻറ്റി കേട്ടതല്ലേ എനിക്ക് എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടാവില്ല എന്ന് പറയണത്. ആ ഞാനത് കേട്ടതല്ലേ എന്നാ, ഇനി അവളെങ്ങനെ അങ്ങനെ പറഞ്ഞ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പാറു ചൂടാവുന്നുണ്ട്. ആ ഇത് തന്നെയല്ലേ നമ്മുടെ നിർമ്മല ആൻറ്റി ചെയ്തുള്ളൂ, ഇതിനെന്തിനാ അവരിവിടുന്ന് പറഞ്ഞു വിടുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശരി, നിനക്ക് ഇപ്പോൾ അവളോടാണ് സ്നേഹം, നിനക്ക് എന്നോട് പണ്ടത്തെ പോലെ ഒരു സ്നേഹവും ഇല്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ പാറു വീണ്ടും മിണ്ടിയിട്ടുണ്ട്. മുഖം വീർപ്പിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ നിധി എന്തായാലും രണ്ടുപേരെയും നടക്ക് നിന്നിട്ട് സോപ്പിട്ട് നിർത്തിയിട്ടുണ്ട് നമ്മുടെ പാറുവിനെ. പക്ഷേ ഈ സമയം നമ്മുടെ വസുവിൻ്റെ മുറിയിൽ അവിടെ ശിവാനി നല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബായ്. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇതുപോലെ എപ്പിസോഡുകൾ മുൻകൂട്ടി അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബായ്.